എല്ലാ ദിവസവും രാവിലെയുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് കിടക്കാം. ഇന്നലെ നമ്മുടെ മാർക്കറ്റ് ആസ് യൂഷ്വൽ എല്ലാ ദിവസത്തെയും പോലെ കൂടുതൽ വോളറ്റിലിറ്റി ഉണ്ട്. CS മാർക്കറ്റ് ക്ലോസിംഗ് സമയത്ത് പ്രീമിയംസ് എല്ലാം തന്നെ മാറ്റം വരുന്നുണ്ട്. അപ്പോൾ വളരെയധികം കോഷ്യസ് ആയിട്ട് തന്നെയാണ് ഇപ്പോൾ ആളുകൾ ട്രേഡ് ചെയ്യുന്നത്. ഇന്ന് നമുക്ക് പ്രധാനമായിട്ടും SBIയുടെ റിസൾട്ടാണ് ഉള്ളത്. SBIയുടെ റിസൾട്ട് ബാങ്ക് നിഫ്റ്റിനെ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. FISൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ FIS ഇന്നലെ 17 കോടി രൂപക്ക് സെല്ല് നടത്തി. അതിന് മുമ്പത്തെ ദിവസം 943 കോടി രൂപക്ക് സെല്ല് നടത്തി. ഓൾ ടുഗദർ ഈ ഒരു മാസം അവർ ബയേഴ്സാണ്. ആദ്യമായിട്ടാണ് മന്ത്ലി അടിസ്ഥാനത്തിൽ അവർ 2400 കോടി രൂപയുടെ ബയേഴ്സാണ് ഈ ഒരു മാസത്തിൽ. ഇനി നമുക്ക് നമ്മുടെ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം മറ്റേ ഗ്ലോബൽ മാർക്കറ്റ് അപ്ഡേറ്റുകൾ നോക്കാം. ഏറ്റവും താഴെ നാസ്ഡാക്ക് ഫോളായിരുന്നു, ഡോ ഫോളായിരുന്നു. യൂറോപ്യൻ മാർക്കറ്റ് മിക്സ്ഡ് സെൻറ്റിമെൻറ്റ്സ്. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന കൊറിയ ജപ്പാൻ മാർക്കറ്റ് നെഗറ്റീവാണ്. നിഫ്റ്റി ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഒരു ചെറിയൊരു ഗ്യാപ്പ് ഡൗൺ, ഫ്ലാറ്റ്. ബ്രന്റ് ഓയിൽ 83, ബിറ്റ്കോയിൻ 64,000 ടോപ്പിൽ. ഗോൾഡ് 4200 ഗോൾഡ് സ്പൈക്ക് ചെയ്തു. ഇനി നമുക്കിന്ന് ഒരുപാട് കമ്പനീസിൻ്റെ റിസൾട്ട് വരുന്ന ദിവസമാണ്. നേരെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ SBIയുടെ റിസൾട്ട് മാത്രമല്ല, ഒരുപാട് കമ്പനീസിൻ്റെ റിസൾട്ട് ഉണ്ട്. നമുക്ക് കമ്പനീസിൻ്റെ പ്രധാന റിസൾട്ടുകൾ നോക്കാം. SBI കാണാം സ്ക്രീനിൽ. SBI, ടൈറ്റാൻ, ഗോദ്രേജ് കൺസ്യൂമർ, PFC, ഹിറ്റാച്ചി, ഓയിൽ ഇന്ത്യ, റൈമണ്ട്, BML, കൂടാതെ തന്നെ സേറ, പോളിമെഡ്, JK ടയർ, ലെമൺ ട്രീ. ഇത് മാത്രമല്ല കേട്ടോ, ഒരുപാട് കമ്പനീസിൻ്റെ റിസൾട്ട് ഉണ്ട്. അതൊക്കെ കൃത്യമായിട്ട് നമ്മൾ ആ റിസൾട്ട്, ഇപ്പോൾ SBIയുടെ റിസൾട്ട് ഉള്ളപ്പോൾ നമ്മൾ ഇന്ന് വെള്ളിയാഴ്ച ദിവസം ബാങ്ക് നിഫ്റ്റി എല്ലാം തന്നെ ആളുകൾ ഹോൾഡ് ചെയ്യുമ്പോൾ നെക്സ്റ്റ് ഡേ ഈ SBIയുടെ റിസൾട്ടിൻ്റെ ഇൻഫ്ലുവൻസ് കൊണ്ട് ബാങ്ക് നിഫ്റ്റിയിൽ വലിയ മൂവ്മെൻറ്റ് ഉണ്ടായേക്കാം. അത് അപ്പ് സൈഡിലേക്കായേക്കാം, ഡൗൺ സൈഡിലേക്കായേക്കാം. അതുകൊണ്ട് തന്നെ ഓവർനൈറ്റ് പൊസിഷൻ ഹോൾഡ് ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ ചിന്തിക്കുക. ഇനി നമുക്ക് ഇന്നത്തെ കുറച്ച് സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകാം. ഇത് ബൈസൽ റെക്കമെൻഡേഷൻ അല്ല. അതിനു മുമ്പ് ഈ സാറ്റർഡേ സൺഡേ കൊച്ചി കോഴിക്കോട് നമ്മളുടെ ഓഫ്ലൈൻ ക്ലാസ് ഉണ്ട്. വരാൻ പറ്റാത്ത ആളുകൾക്ക് ലോകത്തിൻ്റെ ഏത് കോണിൽ നിന്ന് വേണമെങ്കിലും ഓൺലൈനായിട്ടും ജോയിൻ ചെയ്യാം. ഫസ്റ്റ് കമ്പനിയിൽ നമ്പർ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, കോൺടാക്ട് ചെയ്യാം. സ്റ്റോക്കുകളുടെ വാർത്തയിൽ ആദ്യം അപ്പോളോ ടയേഴ്സാണ്. നെറ്റ് പ്രോഫിറ്റ് 348 കോടി രൂപ. ഒരു 12 കോടി രൂപയിൽ നിന്ന് പ്രോഫിറ്റ് ഉയർന്നു. LIC നെറ്റ് പ്രോഫിറ്റ് 23% ഉയർന്നു. സൈമൺസ് എനർജി കമ്പനി നെറ്റ് പ്രോഫിറ്റ് 67% ഉയർന്നു. NCC നെറ്റ് പ്രോഫിറ്റ് 12% ഉയർന്നു. ബ്രിട്ടാനിയ നെറ്റ് പ്രോഫിറ്റ് 591 കോടി രൂപ കരസ്ഥമാക്കി 13% ഉയർന്നു. കിർലോസ്കർ ഓയിൽ കമ്പനി ഇവർ നെറ്റ് പ്രോഫിറ്റ് 114 കോടി രൂപയാണ്. 142 നിന്ന് പ്രോഫിറ്റിൽ ചെറിയൊരു കുറവ്. TVS മോട്ടേഴ്സ് ഇവരുടെ ഇലക്ട്രിക്കൽ വെഹിക്കിള് ആഫ്രിക്കയിലെല്ലാം തന്നെ അവർ എക്സ്പാൻഡ് ചെയ്യുകയാണ്. ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ കമ്പനി നെറ്റ് പ്രോഫിറ്റ് 354 നിന്ന് 619 ഉയർന്നു. GR ഇൻഫ്രാ പ്രൊജക്റ്റ് ഇവർ നെറ്റ് പ്രോഫിറ്റ് 46% ഉയർന്നു. HCC കമ്പനി നെറ്റ് പ്രോഫിറ്റ് 50 കോടി രൂപയിൽ നിന്ന് 51 കോടി രൂപയിലേക്ക് ചെറിയൊരു വർധനവ്. ക്രോംപ്റ്റൺ നെറ്റ് പ്രോഫിറ്റ് 14% ഉയർന്നു. ഫിനോലെക്സ് ഇന്ത്യ നെറ്റ് പ്രോഫിറ്റ് 16% ഉയർന്നു. EH ഹോട്ടൽ ഇവർ നെറ്റ് പ്രോഫിറ്റ് 117 കോടി രൂപ, 250% ഉയർന്നു. 33 കോടി രൂപയിൽ നിന്നാണ് പ്രോഫിറ്റ് ഉയർന്നത്. സിഗ്നേച്ചർ ഗ്ലോബൽ നെറ്റ് ലോസാണ് റിപ്പോർട്ട് ചെയ്തത് ഇത്തവണ. ലോയിഡ് എഞ്ചിനീയറിംഗ് കമ്പനി ഇവരെ സംബന്ധിച്ചുള്ള ഒരു ലോസ് നെറ്റ് പ്രോഫിറ്റ് 100% ഉയർന്നു. ഇനി നമുക്ക് ഓപ്പൺ ഇൻട്രസ്റ്റ് പരിശോധിക്കാം. PCR 0.9 ആണ്. സ്പോട്ട് 24,750 നിൽക്കുമ്പോൾ കോളും പുട്ടും ഒരേപോലെ തന്നെ ഷോർട്ട് ചെയ്തിട്ടുണ്ട്. മേജർ സപ്പോർട്ട് 24,500 നിലകൊള്ളുമ്പോൾ റെസിസ്റ്റൻസ് സോണായിട്ട് 25,000 ഉള്ളത്. അപ്പോൾ നമുക്ക് കൊച്ചി കോഴിക്കോട് ക്ലാസ് ഈ സാറ്റർഡേ സൺഡേ ബുക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഓൺലൈനിൽ നിങ്ങൾക്ക് പഠിക്കാം. ഏറ്റവും കുറഞ്ഞ ഫീസിൽ കോൺടാക്ട് ചെയ്യുക. താങ്ക് യു ആൾ.